ദോഹയിലെ ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ഭീകരമായ വ്യോമാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ UN രക്ഷാസമിതി അടിയന്തര യോഗം വിളിച്ചു. അൾജീരിയയുടെയും പാകിസ്ഥാന്റെയും അഭ്യർത്ഥന പ്രകാരമാണ് ഈ വിഷയം ചർച്ച ചെയ്യാൻ UN സുരക്ഷാ സമിതി അടിയന്തരമായി ചേരുന്നത്. ഖത്തർ UNന് ഔദ്യോഗികമായ ശക്തമായ സന്ദേശം കൈമാറിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ ആക്രമണം ഗുരുതരമായ സംഭവമാണെന്നും അടിയന്തര ശ്രദ്ധ ആവശ്യമാണെന്നും ഖത്തർ ചൂണ്ടിക്കാട്ടി. ഞങ്ങൾ ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നു. ഇസ്രായേലിന്റെ ഈ പെരുമാറ്റം ഞങ്ങൾ ഒരിക്കലും സഹിക്കില്ല. ഈ ആക്രമണം മേഖലയുടെ സുരക്ഷയെ ദുർബലപ്പെടുത്തുകയും ഖത്തറിന്റെ പരമാധികാരത്തെ ലക്ഷ്യമിടുകയും ചെയ്യുന്നുവെന്നും ഖത്തർ UNനെ അറിയിച്ചു. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആക്രമണത്തെ അപലപിച്ചു. ഇത് ഖത്തറിന്റെ പരമാധികാരത്തിന്റെയും പ്രാദേശിക സമഗ്രതയുടെയും നഗ്നമായ ലംഘനമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗൾഫ് രാജ്യങ്ങളും ഖത്തറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. സൗദി അറേബ്യ ഇസ്രായേലിന്റെ ആക്രമണം മേഖലയിൽ ഗുരുതര പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി. UAE ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ ആക്രമണത്തെ നഗ്നവും ഭീരുത്വവുമായ പ്രവൃത്തിയെന്ന് വിശേഷിപ്പിച്ചു. ഇറാൻ ആക്രമണത്തെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായി വിമർശിച്ചു. ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനും ഹൂതികളും ആക്രമണത്തെ ശക്തമായി അപലപിച്ചു. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ആക്രമണത്തെ വിമർശിച്ചു. തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്ബ് ഉർദുഗാൻ ആക്രമണം ഖത്തറിന്റെ സുരക്ഷയെയും സ്ഥിരതയും ദുർബലപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. ട്യൂണീഷ്യയും ജോർദാനും ഖത്തറിന്റെ പരമാധികാരം സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നു. UN രക്ഷാസമിതി ബുധനാഴ്ച UN ഉദ്യോഗസ്ഥരിൽ നിന്ന് ആക്രമണത്തിന്റെ ഗൗരവവും പുതിയ വിവരങ്ങളും സംബന്ധിച്ച ബ്രീഫിംഗ് സ്വീകരിക്കും.